പിണറായി സർക്കാർ നവകേരള സദസ്സിന്റെ തുടർച്ചയായി കേരളത്തിലെ വിവിധ ജനവിഭാഗങ്ങളുമായി മുഖ്യമന്ത്രി നടത്തുന്ന മുഖാമുഖം പരിപാടിയിൽ സംസ്ഥാനത്തെ യുവാക്കളുമായി തലസ്ഥാനത്ത് നടത്തിയ സംവാദ പരിപാടിയിലെ വാക്കുകളിലും മലയാളി യുവാക്കളുടെ അന്യനാടുകളിലേക്കുള്ള പലായനത്തിന്റെ യഥാർത്ഥ അപകടം മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്ന് വ്യക്തമായി. കവടിയാർ ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ ഫെബ്രുവരി 20 പരിപാടി. മലയാളക്കരയുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്നവരെല്ലാം ആശങ്കയോടെ വീക്ഷിക്കുന്ന ആ സാമൂഹിക യാഥാർത്ഥ്യത്തെ പിണറായി പറഞ്ഞു, യുവാക്കൾ വിദേശത്തു പോകുന്നത് മസ്തിഷ്ക ചോർച്ചയല്ല, പിന്നെയോ കഴിവുകളുടെ ദൃഷ്ടാന്തമാണ്. യുവാക്കളുടെ പലായനം മസ്തിഷ്ക ചോർച്ചയല്ല എന്നത് സത്യമാണ്. പക്ഷേ കഴിവുകളുടെ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് എങ്ങനെ യാഥാർത്ഥ്യമാവും? വടക്കേ ഇന്ത്യയിൽ നിന്നും ഭായിമാർ കേരളത്തിൽ എത്തുന്നത് അവരുടെ കഴിവുകളുടെ ദൃഷ്ടാന്തമാണോ? വിദേശങ്ങളിലേക്ക് കുടിയേറുന്നവരിൽ ഭൂരിഭാഗവും നഴ്സുമാരാണ്. ഹയർ സെക്കൻഡറി പരീക്ഷ കഴിഞ്ഞ് 3 വർഷം പഠിച്ച് നഴ്സിംഗ് ബിരുദം നേടിയവർ. കുറെ എഞ്ചിനീയർമാരും കടൽ കടക്കുന്നുണ്ട്. നഴ്സുമാരൊഴികെ ഡോക്ടർമാർ അടക്കം നല്ല പങ്കും വിദേശത്ത് ചെന്ന് വല്ല തൊഴിലധിഷ്ഠിത കോഴ്സും പഠിച്ച് പാസ്സായാണ് അവിടെ ജോലി നേടുന്നത്. ഇവിടെ നിന്നും സമ്പാദിച്ച ബിരുദം കൊണ്ട് അവിടെ വലിയ പ്രയോജനമൊന്നും പലർക്കും ഉണ്ടാകുന്നില്ല. ഇങ്ങനെ കടൽ കടക്കുന്നവരുടെ ഇണയായും തുണയായും അക്കരെ എത്തുന്നവരുമുണ്ട്. ILTS പോലുള്ള പ്രവേശന പരീക്ഷ കടന്ന് നേരിട്ട് വെട്ടിപ്പിടിക്കാൻ പോകുന്നവരുമുണ്ട്. അവിടെ എത്തി ജീവിക്കാൻ ഏത് തൊഴിലും ചെയ്യുന്നവരാണ് എല്ലാവരും. ഏത് ജോലി കിട്ടിയാലും അവർ ചെയ്യും, ജീവിക്കും. ഇവിടെ ബാങ്ക് മാനേജർ പദവി ഉപേക്ഷിച്ച് അവിടെ ചെന്ന് വാൾമാർട്ടിൽ സ്റ്റോറിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഇവിടത്തേക്കാൾ ശമ്പളവും സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് അവർക്ക് തൃപ്തി. ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെ ഒരു മുൻ പ്രൊഫസർ ILTS പരീക്ഷ എഴുതി ഭാഗ്യാന്വേഷണം നടത്തിയതറിയാം. ഇങ്ങനെ എത്ര പേരുണ്ട് എന്ന് ആരുടെ കയ്യിലും കൃത്യമായ വിവരം ഇല്ലെന്നാണ് മനസ്സിലാകുന്നത്. അവർ പോകുന്നത് കഴിവ് തെളിയിക്കാനാണോ? ഇവിടത്തേക്കാൾ മികച്ച ശമ്പളം ജീവിത സാഹചര്യവും കിട്ടുന്നത് മാത്രമല്ല, ഭൂരിഭാഗം പേരുടെയും പലായനത്തിന് പിന്നിലെ യഥാർത്ഥ ഘടകം. ഇത് കഴിവിന്റെ ദൃഷ്ടാന്തമാകുന്നത് എങ്ങനെയെന്ന് കൂടി മുഖ്യമന്ത്രി പറയേണ്ടതുണ്ട്. കേരളത്തിലെ സോഷ്യൽ ക്യാപിറ്റലിനെ ലോകത്താകെ വിന്യസിക്കുന്ന പ്രക്രിയയായി ഈ പലായനത്തെ കാണണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞത് പഴയ കമ്മ്യൂണിസ്റ്റുകാരുടെ വ്യാഖ്യാന ശൈലി തന്നെ. പറഞ്ഞത് എന്തെന്ന് പറയുന്നവരും കേൾക്കുന്നവരും മനസ്സിലാകരുതെന്നും എന്നാൽ എന്തോ വലിയ കാര്യം പറഞ്ഞു എന്ന തോന്നലുണ്ടാകണമെന്നുമുള്ള ബോധപൂർവമായ ചിന്തയുടെ ഫലം. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് വിദേശത്തേക്ക് കടന്ന് കഠിനാധ്വാനത്തിലൂടെ ജീവിതം കെട്ടിപ്പടുക്കുന്ന വിദേശ മലയാളികളിൽ പലരും ഇതൊന്നും കേൾക്കാത്തത് ഭാഗ്യം. പോകുന്നവരെല്ലാം ചെന്നെത്തുന്ന രാജ്യത്തെ പൗരന്മാരാവുകയാണ്. ഇന്ത്യയിലേക്ക് വരാൻ വിസ വേണ്ടവരാവുകയാണ്. ലോകത്തിലെ മിക്കവാറും വികസിത രാജ്യങ്ങളെല്ലാമുള്ള ജനസംഖ്യാ ഭീഷണി ഈ പലായനത്തിന് വലിയ സഹായമാകുന്നുണ്ട്. അവിടെയുള്ളവർക്ക് തനിയെ പലതും ചെയ്യാനാവില്ല. സഹായിക്കുവാൻ നാട്ടുകാരുമില്ല. കേരളവും ഏതാണ്ട് ആ അവസ്ഥയിൽ എത്തി. തൊഴിൽ തേടി എത്തുന്നവർ ഇക്കൂട്ടർക്ക് വലിയ സഹായം തന്നെയാണ്. കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണവും വിഷുവും ക്രിസ്മസും ഒക്കെ അവിടെയുള്ള ഇപ്പോഴത്തെ തലമുറ ഗൃഹാതുരത്വത്തോടെ കൊണ്ടാടുന്നുണ്ടാവാം. എന്നാൽ അവരുടെ മക്കളിൽ എത്ര പേർക്ക് മലയാളം അറിയാം? എത്ര പേർക്ക് ഈ ആഘോഷങ്ങളിൽ താല്പര്യമുണ്ട്? വിദേശ മലയാളികളെ കാണാൻ ചെല്ലുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മത നേതാക്കൾക്കും എല്ലാം ഇപ്പോഴത്തെ തലമുറക്കാർ നല്ല സ്വീകരണം കൊടുക്കുന്നുണ്ടാവാം, സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ടാവാം. പക്ഷേ അത് അവസാനത്തെ കരിന്തിരിയല്ലേ? വിദേശത്തുള്ള അടുത്ത തലമുറയിലെ ഇന്ത്യൻ വംശജരായ കുട്ടികൾ എന്തിന് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ആദരിക്കണം? അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കണം. അവർ ഇന്ത്യൻ പൗരന്മാർ പോലുമല്ലല്ലോ. മലയാളം മരിക്കുന്ന മലയാളിയുടെ സംസ്കാരം തന്നെ ഇല്ലാതാക്കുന്ന ഈ സാമൂഹിക ദുരന്തത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി അഭിമാനിക്കുന്നത് അപമാനകരമല്ലേ? കേരളത്തിലെ സോഷ്യൽ ക്യാപിറ്റലിനെ ലോകത്താകെ വിന്യസിച്ച് ഒരു സംസ്കാരത്തെ ഇല്ലാതാക്കുന്നതാണോ അഭിമാനകരമായ സത്യം? പിണറായി വിജയന്റെ മാത്രം വീഴ്ചയാണ് ഈ കുടിയേറ്റം എന്ന് ആർക്കും പറയാനാവില്ല. പക്ഷേ പിണറായി സർക്കാരിന്റെ അഭിമാനകരമായ നേട്ടമായും ഈ പലായനത്തെ ചിത്രീകരിക്കുന്നത് കടന്ന കൈയാണ്. നാണം കെട്ടവന് ആസനത്തിൽ ആല് കിളർത്താൽ അത് തണലെന്ന് ന്യായീകരിക്കുന്ന മട്ടിലുള്ള ഒരു സമീപനം. നിയമപരമായി ഒന്നും ചെയ്യാനാവാത്ത വലിയ ദുരന്തമാണ് യുവാക്കളുടെ ഈ പലായനം.
ഈ സത്യം എന്തേ മുഖ്യമന്ത്രി കാണുന്നില്ല? കേരളം വിദേശ രാജ്യങ്ങളിൽ ചിതറി ഇല്ലാതാകുന്നു. അതാണ് യഥാർത്ഥ ദുരന്തം. ഇവിടെ വീടുകൾ ആൾവാസമില്ലാതെ പ്രേതഭവനങ്ങളാകുന്നു. അത്തരം വീടുകൾക്ക് പ്രത്യേക നികുതി ചുമത്താൻ ആരോ ധനമന്ത്രിക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. എങ്കിലും അത് പിൻവലിച്ചു. കേരള വികസന മാതൃകയുടെ അടിത്തറയായിരുന്ന വിദേശ പണത്തിന്റെ ഒഴുക്കും ഇല്ലാതാവുകയാണ്. പലായനം നടത്തി രക്ഷപ്പെട്ടവരുടെ മാതാപിതാക്കൾ ഉള്ളിടത്തോളം കാലമാവും അതുണ്ടാവുക. അത് കഴിയുമ്പോൾ അതും നിലയ്ക്കും. വിദേശത്ത് ജോലി ഉറപ്പാക്കുന്നതിന് നമ്മുടെ യുവാക്കളെ സഹായിക്കുന്നതിന് കേരള സർക്കാർ നടപടി സ്വീകരിക്കും എന്ന് മുഖ്യമന്ത്രി തട്ടിവിട്ടു. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ നിന്നും പുറത്തിറങ്ങുന്ന രോഗിയുടെ കയ്യിൽ നിന്നും രക്തമെടുക്കാൻ പോലും അറിയാത്ത ഡോക്ടറും മറ്റും വിദേശത്തല്ല സ്വദേശത്ത് പോലും അപകടം വിതയ്ക്കുന്നവരാണ്. അതുകൊണ്ട് കേരളത്തിൽ നിന്നും എത്തുന്ന ഡോക്ടർമാരെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തിയ രാജ്യങ്ങളുണ്ട്. പഴയ കാലത്തെ ഡോക്ടർമാർ പരിശീലന കാലത്ത് രോഗികളിൽ നിന്നും രക്തം എടുക്കുന്നതിനും രോഗികളെ കുത്തിവെക്കുന്നതിനും ഒക്കെ പരിശീലനം നേടിയിരുന്നു. എന്നാൽ തങ്ങൾ എന്ത് പഠിക്കണമെന്ന് വിദ്യാർത്ഥികൾ തീരുമാനിച്ചു തുടങ്ങിയപ്പോൾ അതെല്ലാം ഒഴിവായി. നഴ്സുമാർ ചെയ്യേണ്ട ജോലി ഞങ്ങൾ ചെയ്യില്ല എന്ന് കാണിച്ച സമരം നടത്തിയ ഡോക്ടർമാർ പൊരുതി നേടിയ അയോഗ്യതയാണ് ഇത്. അതിന് സർക്കാരും കൂട്ടുനിന്നു. വിപ്ലവകരമായ തീരുമാനമുണ്ടായി. ഡോക്ടർ കുഞ്ഞുങ്ങൾ അതൊന്നും ചെയ്യേണ്ട. മുഖ്യമന്ത്രിയും ഭാര്യയും ജനനേതാക്കളും എല്ലാം ജനങ്ങളുടെ ചെലവിൽ കേരളത്തിലെ സർക്കാർ സംവിധാനത്തിന് പുറത്ത് മികച്ച ചികിത്സ നേടുന്നതിന്റെ കഥയൊക്കെ നാട്ടിൽ പാട്ടല്ലേ. കോടികളാണ് ചിലർ ചികിത്സാ ചിലവായി വാങ്ങിയത്. മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഇത്തരം സമീപനങ്ങൾ കണ്ടാൽ അറിയില്ലേ കേരളത്തിലെ യുവാക്കളുടെ കഴിവിലുള്ള അവിശ്വാസം. ചികിത്സ തേടിയുള്ള വിദേശയാത്ര മാത്രമല്ല, കേസ് വാദിക്കാൻ കൊണ്ടുവരുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഭിഭാഷകരോട് കാണിക്കുന്ന ആദരം വരെ അതല്ലേ കാണിച്ചു തരുന്നത്. അഡ്വക്കേറ്റ് ജനറൽ മുതൽ എത്രയോ സർക്കാർ അഭിഭാഷകരുണ്ടായിട്ടും ഓരോ കേസിനും എന്തേ കേരളം അന്യനാട്ടുകാരായ അഭിഭാഷകരെ ലക്ഷങ്ങൾ കൊടുത്ത് കൊണ്ടുവരുന്നു? കേരളത്തിലെ അഭിഭാഷകരുടെ കഴിവിൽ വിശ്വാസമില്ല. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിൽ പ്രഗത്ഭരായ എഞ്ചിനീയർമാർ ധാരാളം ഉണ്ടായിട്ടും മരാമത്ത് പണികൾക്കെല്ലാം ഉരുളുങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കുന്നു. എന്നിട്ടും പറയുന്നു വിദേശത്ത് പോകാനുള്ള കഴിവ് വികസിപ്പിക്കുവാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന്. അതേസമയം കേന്ദ്ര സർക്കാർ വ്യത്യസ്തരാണ്. അവരുടെ എല്ലാ കേസിലേക്കും നിയോഗിക്കപ്പെടുന്നത് അവരുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയെ തന്നെയാണ്. അടുത്ത കാലത്ത് വിവാദമായ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് കേസിൽ വരെ BJPക്ക് വേണ്ടി വന്നത് തുഷാർ മേത്തയായിരുന്നു. ഇനിയുമുണ്ട് പിണറായി സർക്കാരിന്റെ ഓർമ്മിക്കപ്പെടേണ്ട പ്രോത്സാഹന കഥകൾ. കേരളത്തിലെ മിടുക്കന്മാരായ ലോവർ സെക്കൻഡറി, അപ്പർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് 4 വർഷമായി സ്കോളർഷിപ്പ് തുക മുടങ്ങിക്കിടക്കുകയാണ്. അത് കൊടുത്ത ശേഷം ഇത്തരം തള്ള് നടത്തരുത്. 2018-19 ശേഷം ആ സ്കോളർഷിപ്പ് കൊടുത്തിട്ടില്ല. സ്കോളർഷിപ്പ് പരീക്ഷ എഴുതി പാസ്സാകുന്നവരാണ് ആ കുട്ടികൾ. 4ാം ക്ലാസ്സിലെ കുട്ടി സ്കോളർഷിപ്പ് പരീക്ഷ പാസ്സായാൽ 7ാം ക്ലാസ് വരെ 1000 രൂപ വെച്ചും 7ാം ക്ലാസ്സിലെ പരീക്ഷയിൽ വിജയിച്ചാൽ 10ാം ക്ലാസ് വരെ 1500 രൂപ വെച്ചും കൊടുക്കേണ്ട തുകയാണ് ഇപ്പോഴും കൊടുക്കാത്തത്. മിഡിൽ സ്കൂളിലെ കുട്ടിക്ക് 7ാം ക്ലാസ് വരെ കിട്ടുന്ന 3000 രൂപയും ഹൈസ്കൂൾ കുട്ടിക്ക് കിട്ടുന്ന 4500 രൂപയും കൊടുക്കുന്നില്ല. എന്നിട്ടും തട്ടിവിടുന്നു സർക്കാർ സഹായം കൊടുക്കുമെന്ന്. നിയമസഭയിലെ ഊട്ടുമുറിക്ക് 12 കോടി മുതൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ തൊഴുത്തിന് ലക്ഷങ്ങളും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് 3 കോടി മുതൽ മുടക്കുന്ന സർക്കാരാണ് കേരളത്തിലെ മിടുക്കന്മാരായ കുട്ടികളെ ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നത്. ബംഗാളിൽ 30 വർഷത്തെ CPM ഭരണം കൊണ്ടുണ്ടായ ബായിമാരാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇത്തരം ബായിമാരെ സൃഷ്ടിക്കാനാണ് നീക്കമെന്ന് തോന്നിപ്പോകും. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള നാടാണ് കേരളം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്. അക്കാര്യം അറിയത്തില്ലാത്തതായി ആരാണ് കേരളത്തിൽ ഉള്ളത്? ബായിമാരുടെ അത്രയും ഞെരുക്കമല്ലേ നാട്ടിലാകെ? സ്വന്തം നാട്ടിൽ ഒരാഴ്ച പണിതാൽ കിട്ടുന്ന കൂലി ഒരു ദിവസം കേരളത്തിൽ കിട്ടുന്നത് കൊണ്ട് ഇപ്പോൾ അവർ ഏറെ ഹാപ്പിയാണ്. പലരും കേരളത്തിൽ വീട് വെച്ച് താമസം പോലും തുടങ്ങിയിട്ടുണ്ട്. ആ കുടിയേറ്റം പെരുകിയാൽ ചിലപ്പോൾ കേരളത്തിന്റെ ഭാഷ ബംഗാളിയോ ഹിന്ദിയോ ഒക്കെയായി മാറാം. ആരോ പറഞ്ഞതുപോലെ കേരള നിയമസഭയിലും മന്ത്രിസഭയിലും ഒക്കെ ബായിമാർ വരുന്ന കാലം ഏറെ അകലെയാണെന്ന് പറയാനാവുമോ? അവരുടെ വിദ്യാഭ്യാസവും ജീവിത നിലവാരവും തൊഴിൽ വൈഭവവും ഒക്കെ എന്താണെന്ന് നാട്ടിൽ എല്ലാവർക്കും അറിയാം. ബായി ചെയ്യില്ലാത്ത പണി ഒന്നുമില്ല. ഒരുപക്ഷെ പല വിദേശ രാജ്യത്തും
കേരളത്തിൽ നിന്നും എത്തുന്നവരെ കുറിച്ചും ആ നാട്ടുകാർ ഇങ്ങനെ പറഞ്ഞേക്കാം. ഓൺലൈൻ ഡെലിവറി ഏജന്റുമാർക്കും ക്ഷേമനിധി ഏർപ്പെടുത്തുന്ന കാര്യം മുഖ്യമന്ത്രി ആലോചിക്കുന്നുണ്ട് പോലും. സംസ്ഥാനത്ത് ഇപ്പോഴുള്ള 18 ക്ഷേമനിധി ബോർഡുകളിൽ എത്രയിടത്ത് അതുകൊണ്ട് അംഗങ്ങൾക്കുള്ള പ്രയോജനം കിട്ടുന്നുണ്ട്? ഇക്കാരണം പറഞ്ഞുണ്ടാക്കിയ ഫണ്ട് ബോർഡിന്റെ ഭരണാധികാരികൾ ഇന്നോവ കാറിൽ ചുറ്റിക്കറങ്ങുന്നുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കടക്കം എത്ര വിഭാഗങ്ങൾക്കാണ് പെൻഷൻ മുടങ്ങിയത്? 6 കുടിശ്ശികയാണ് ഉള്ളത്. 8 ക്ഷേമനിധി ഫണ്ടുകളിൽ എത്രയിടത്തു നിന്നും സഹായം കൊടുക്കുന്നുണ്ട്? ഇതാണ് സത്യം എന്നിരിക്കെ പാവപ്പെട്ട തൊഴിലാളികളുടെ കുറെ പണം കൂടി സമാഹരിച്ച് ഏതാനും രാഷ്ട്രീയക്കാർക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കാം എന്നതിനപ്പുറം പുതിയ ക്ഷേമനിധി ഉണ്ടാക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? കേരളത്തിലെ നിരാലംബരായ പാവങ്ങൾ അതിജീവനത്തിനു വേണ്ടി നടത്തുന്ന നിലവിളികളെ കലാപശ്രമമാക്കി കരഞ്ഞതിനു തല്ലുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ. വന്യജീവികൾ കൊന്ന സഹോദരങ്ങൾക്ക് വേണ്ടി നിലവിളിച്ച് പുൽപ്പള്ളിയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ പാവങ്ങളാണ് പിണറായിയുടെ പോലീസിന്റെ ഈ ക്രൂര കൃത്യത്തിന്റെ ഏറ്റവും അവസാനത്തെ ഇര. വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കുന്ന അതിജീവന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് സമരമുഖത്തിറങ്ങിയ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ മെത്രാപ്പൊലിത്തയെയും സഹായമെത്രാനെയും വന്യവയോധികനായ മുൻ മെത്രാപ്പൊലിത്ത സൂസപാക്യം തിരുമേനിയെയും അടക്കം വൈദികരും ചേർന്ന 3000 പേർക്കെതിരെ കലാപശ്രമത്തിനാണ് കേസെടുത്തത്. കേസ് പിൻവലിക്കാതിരുന്നാൽ പാസ്പോർട്ട് പോലും കിട്ടില്ല. പാസ്പോർട്ട് ഉള്ളവർക്ക് വിദേശയാത്രയും പറ്റില്ല. വിദേശത്ത് പോയി രക്ഷപ്പെടുന്നതിന് പോലും തടയുന്ന കിരാത പ്രവൃത്തി ചെയ്ത പോലീസിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയാണ് യുവാക്കളുടെ മുഖം വാടരുത്, അവർ വിദേശത്ത് പോയി ജീവിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുന്നു എന്നും മറ്റും പ്രഖ്യാപിക്കുന്നത്. കേരളത്തിന് വെളിയിൽ എവിടെ ഇത്തരം സമരങ്ങൾ നടന്നാലും പിന്തുണയുമായി എത്തുന്ന സീതാറാം യെച്ചൂരിയും മറ്റും കേരളത്തിലെ സ്റ്റാലിനിസം കണ്ടില്ലെന്ന് നടിക്കുന്നു. അല്ലെങ്കിൽ മോദിയെ വെല്ലുവിളിക്കുവാൻ കാണിക്കുന്ന ധൈര്യം പോലും പിണറായിയോട് കാണിക്കുവാൻ ഭയക്കുന്നു. ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്ന കർഷക സമരത്തിനും CPM അനുകൂലമാണ്. അവരുടെ ആവശ്യങ്ങളിൽ ഒന്ന് 2020 നടത്തിയ സമരത്തോട് അനുബന്ധിച്ച് സർക്കാർ എടുത്ത കേസ് പിൻവലിക്കണമെന്നതാണ്. അഭിഭാഷകന് കൊടുക്കാൻ സർക്കാർ ഖജനാവോ മാസപ്പടികളോ ജനങ്ങളെ തട്ടിച്ചെടുത്ത പണമോ ഉള്ളവർക്ക് കോടതിയും ചെലവുകളും ഒരു വിഷയമാവില്ല. എന്നാൽ അന്നന്നത്തെ അപ്പത്തിനു വേണ്ടി കടലിൽ പോകുന്നവനും റബ്ബർ വെട്ടുന്നവനും അത് മുടക്കി കേസിന് പോകാനോ വലിയ പണം കൊടുത്ത് വക്കീലിനെ വെക്കാനോ സാധിക്കില്ലല്ലോ. ഇതൊക്കെ അറിയുന്ന മുഖ്യമന്ത്രിയുടെ പോലീസുകാരാണ് ഈ ക്രൂരത കാട്ടുന്നത്. ചെത്തുകാരന്റെ മകനായിരുന്ന ബാല്യത്തെക്കുറിച്ചും കമലയ്ക്ക് ക്രൈസ്തവ മാനേജ്മെന്റ് കൈക്കൂലി ഒന്നും വാങ്ങാതെ കൊടുത്ത ജോലിയിൽ നിന്നും കിട്ടിയ ശമ്പളത്തിന്റെ വിലയെക്കുറിച്ചും ചിലപ്പോഴെങ്കിലും പറയാറുള്ള മുഖ്യമന്ത്രിക്ക് കേസിൽപ്പെടുന്ന പാവപ്പെട്ടവന്റെ, അതും കലാപശ്രമത്തിന് കേസിൽപ്പെടുന്ന പാവപ്പെട്ടവന്റെ തേങ്ങൽ മനസ്സിലാവില്ലെന്നുണ്ടോ? വിഴിഞ്ഞം തുറമുഖ സമരം 100ാം ദിവസം അക്രമാസക്തമായപ്പോൾ ജനകീയ സമരങ്ങൾ ഇങ്ങനെ അനിശ്ചിതമായി നീണ്ടാൽ കൈവരിക്കുന്ന സ്വാഭാവിക പരിണാമമാണിതെന്ന് പറയാൻ ധൈര്യം കാണിച്ച CPIയും പിന്നീട് ഒന്നും പറഞ്ഞില്ല. ഇടതുമുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ കാര്യമായി വാ തുറക്കില്ല, അതിനുള്ള ധൈര്യം കാണിച്ചില്ല. കേന്ദ്ര സർക്കാരിനെതിരെ കേരള സർക്കാരിന്റെ ആൾക്കാർ ബന്ദ് നടത്തിയ ദിവസം സ്വന്തം ഓട്ടോയിൽ അമ്പലത്തിൽ പോയ പാവത്തെ അടിച്ചു തകർത്തവർക്കെതിരെ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചതും ഈ പോലീസാണ്. അന്ന് തമിഴ്നാട്ടിൽ നിന്നും തലസ്ഥാനത്തെ റീജിയണൽ ക്യാൻസർ സെന്ററിലും ശ്രീചിത്ര മെഡിക്കൽ സെന്ററിലും ചികിത്സയ്ക്ക് വന്നു മടങ്ങിയ രോഗികളെ അവർ സഞ്ചരിച്ചിരുന്ന ബസ്സിൽ നിന്നും പൊരിവെയിലത്ത് ഇറക്കിവിട്ട് ബസ് അടിച്ചു തകർക്കുകയും ബസ് ഓടിക്കാൻ ധീരത കാണിച്ച ഡ്രൈവറെ മർദ്ദിച്ച് അവശനാക്കുകയും ചെയ്ത സഖാക്കളോടും എത്ര ആദരവോടെയാണ് പോലീസ് പെരുമാറിയത്. പോലീസിനെതിരെ അവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നു എന്ന പേര് പറഞ്ഞ് പുൽപ്പള്ളിക്കാർക്കെതിരെ കലാപശ്രമത്തിന് കേസെടുത്ത പോലീസ് തലസ്ഥാനത്തെ പേട്ട പോലീസ് സ്റ്റേഷനിൽ കയറി പ്രതിയെ ഇറക്കിക്കൊണ്ടുപോയതിന് നേതൃത്വം കൊടുത്ത സഖാവിനെ സല്യൂട്ട് അടിക്കുന്നു. അദ്ദേഹം ഇക്കുറി ലോക്സഭയിലേക്ക് മത്സരിക്കുവാൻ ജനങ്ങളുടെ മുന്നിൽ എത്തുന്നുണ്ട്. ആ പോലീസിന്റെ മുഖ്യമന്ത്രിയാണ് നവകേരള സദസ്സിനെതിരെ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസുകാരെ പോലീസ് സംരക്ഷണയിൽ പൂച്ചട്ടി കൊണ്ടടിച്ചും ഹെൽമറ്റിനെ ഇടിച്ചും ആക്രമിച്ചവർ അവരെ സംരക്ഷിക്കുകയായിരുന്നു എന്ന് ന്യായീകരിച്ചത്. വാസ്തവത്തിൽ കലാപത്തിന് ന്യായീകരണം പറഞ്ഞ മുഖ്യമന്ത്രിക്കെതിരെയല്ലേ കലാപശ്രമത്തിന് പോലീസ് കേസെടുക്കേണ്ടിയിരുന്നത് എന്ന ചോദ്യം ഇന്നും അവശേഷിക്കുന്നു. ഇതേ പോലീസ് തന്നെയാണ് സംസ്ഥാനത്തെ ഭരണത്തലവനായ ഗവർണറെ ആക്രമിച്ച കേസിലെ പ്രതികൾക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തിയത്. അക്രമികളെ കൊണ്ടുവന്നത് പോലീസ് വാഹനത്തിലാണെന്ന് ഗവർണർ പറയുന്നു.
ഏതായാലും അവസാനം രാജ്ഭവൻ കർശന നിർദ്ദേശം കൊടുത്തപ്പോൾ രാഷ്ട്രതലവന്മാർ, ഗവർണർമാർ തുടങ്ങിയവരെ ആക്രമിക്കുന്നതിനെതിരെയുള്ള 124 വകുപ്പ് അനുസരിച്ച് കേസെടുക്കേണ്ടി വന്നു. നിസ്സാര വകുപ്പുകൾ ചുമത്തി പ്രതികളെ ഹാജരാക്കിയപ്പോൾ കോടതി തന്നെ ഉടക്കി. പ്രധാനമന്ത്രി മോദി ഇല്ലാതാക്കുന്ന പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ച് വലിയ ഉച്ചത്തിൽ പറയുന്നവർ ബന്ധുദിനത്തിൽ നിങ്ങൾ സാധാരണ യാത്രക്കാരോട് ചെയ്തത് മറ്റുള്ളവർ നിങ്ങളോട് ചെയ്താൽ സമ്മതിക്കുമോ എന്ന് ചോദിച്ചതിന് കലാപാഹ്വാനം നടത്തി എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്കെതിരെ കേസെടുത്തു. ഇങ്ങനെ ജനങ്ങളെ പീഡിപ്പിച്ചു ഭരിക്കുന്ന സർക്കാരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വിധി തേടുന്നതിന് പ്രഗത്ഭരുമായി വരുന്നത്. ഇടത് സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്ന മിക്കവാറും എല്ലാ ആക്ഷേപങ്ങളിലും തന്നെ വില്ലൻ ദൗത്യം വഹിച്ചവരാണ് ഈ പ്രഗത്ഭരിൽ പലരും. അതുകൊണ്ട് അവർ മോശം സ്ഥാനാർത്ഥികളാണെന്നോ തോൽക്കുമെന്നോ അല്ല, വളരെ നേരത്തെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനായി എന്ന നേട്ടവും ഉണ്ട്. പക്ഷെ ജയിക്കാൻ വേണ്ടി പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ ഇറക്കി എന്ന് പറയുന്നതിൽ കൗതുകമുണ്ട്. 2019-ൽ 20-ൽ 19 ഇടത്തും തോറ്റത് സ്ഥാനാർത്ഥികൾ പ്രഗത്ഭർ അല്ലാതിരുന്നത് കൊണ്ടാണ് എന്ന് തോന്നില്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM-ന്റെ സ്ഥാനാർത്ഥികളിൽ പലരെയും നിർത്തുന്നത് കൊല്ലാനോ വളർത്താനോ എന്നുപോലും ശക്തമായി സംശയിക്കത്തക്ക വിധമായി അവരുടെ അവതരണം എന്നും ചിത്രീകരിക്കാം. CPM-ലെ പ്രഗത്ഭർ എന്ന് പറയുന്നവർ ഒന്നുമല്ല എന്ന് വരുത്തി ആർക്കോ വഴി ഒരുക്കുകയല്ലേ ഇതെന്ന് ചോദിക്കുന്നവരുണ്ട്. പത്തനംതിട്ടയിൽ മത്സരിക്കുന്നതായി പറയുന്ന തോമസ് ഐസക് ഓർമ്മയിൽ കൊണ്ടുവരുന്ന ചിത്രം കേരളത്തിന്റെ നിത്യനിദാന ചെലവിന് പോലും വഴിയില്ലാത്ത സാമ്പത്തിക സ്ഥിതിയാവില്ലേ? കേരളം ഇന്നത്തെ നിലയിൽ എത്തിച്ചതിന് പ്രധാന പങ്ക് വഹിച്ച വ്യക്തി എന്ന് CPM-കാർ പോലും അടക്കം പറയുന്ന സഖാവല്ലേ അദ്ദേഹം. GST സംബന്ധിച്ച ചർച്ചകളിൽ കേരളത്തിന്റെ അവകാശങ്ങൾ വേണ്ടവിധം ബാധിച്ചെടുത്തില്ലെന്ന് ഇപ്പോഴത്തെ ധനമന്ത്രിക്ക് പോലും പരിഭവമുള്ള സഖാവ്. സംസ്ഥാനത്തിന്റെ നികുതി പണം നിയമസഭ പോലും അറിയാതെ വളഞ്ഞ വഴിയിൽ ചിലവാക്കുന്നതിന്, ലക്ഷങ്ങൾ ശമ്പളം നൽകി വിദഗ്ധരെ നിയമിക്കുന്നതിന് എല്ലാം അവസരമുണ്ടാക്കി കിഫ്ബിയുടെ ബുദ്ധി കേന്ദ്രം എന്ന ഖ്യാതിയും അദ്ദേഹത്തിനില്ലേ? പ്രളയത്തിന് കിട്ടിയ പണം വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനാൽ പരാജയപ്പെട്ടതിന്റെ പാപഭാരവും അദ്ദേഹത്തിനില്ലേ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സുമനസുകൾ നൽകിയ പണം ഇടതു നേതാക്കൾക്കും ആശ്രിതർക്കും സൗജന്യമായി കൊടുത്ത സംഭവത്തിലും ഐസക് പ്രതിസ്ഥാനത്താണ്. കോവിഡിന്റെ മറവിൽ നടത്തിയ വൻ തട്ടിപ്പുകളിലും അദ്ദേഹം പ്രതിസ്ഥാനത്താണ്. പത്തനംതിട്ടക്കാർക്ക് കിട്ടുന്ന പ്രഗത്ഭന് എത്രയാണ് വിശേഷണങ്ങൾ? കേരള കോൺഗ്രസ് മാണിക്കാർക്ക് കുറെ ജനപിന്തുണയുള്ള മണ്ഡലത്തിലാണ് ഐസക് എത്തുന്നത്. അതിനു മുൻപ് തന്നെ മാണിക്കാരുടെ വത്തിക്കാനായ പാലായിൽ ഒരു മുനിസിപ്പൽ കമ്മിറ്റിയിലെ തിരഞ്ഞെടുപ്പിന് CPM സഖാക്കൾ വോട്ട് ചെയ്യാതെ കാണിച്ച മാതൃക കൃത്യമായ ഫലം ഉളവാക്കുന്നതാവും. പരസ്പരം വിശ്വസിക്കാനാവാത്ത നിലയിലേക്ക് ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ എത്തുന്നു. അവലും മലരും കുന്തിരിക്കവും കരുതി വെക്കാൻ ആക്രോശിച്ചവരെ സംരക്ഷിച്ചതായി ചിലരെങ്കിലും സംശയിക്കുന്ന ആരിഫാണ് ആലപ്പുഴയിലെ കഥാപാത്രം. ജലീൽ കഥകളിലെ മാതൃകാ പുരുഷൻ. കരിമണൽ കച്ചവടം നടത്തുന്ന കുടുംബവുമായി നേരിട്ട് ബന്ധമുള്ള സഖാവാണ് ചാലക്കുടിയിൽ എത്തുന്ന രവീന്ദ്രനാഥ്. അദ്ദേഹം 1ാം പിണറായി സർക്കാരിൽ അംഗമായതടക്കം പലതും കരിമണൽ ബന്ധത്തിന്റെ ഉൽപ്പന്നങ്ങളായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. അറബി രാജ്യങ്ങൾക്ക് എണ്ണപ്പാടങ്ങൾ പോലെ കേരളത്തിന് ദൈവം കനിഞ്ഞു നൽകിയ കരിമണൽ ഏതാനും സമ്പന്നർക്കായി പതിച്ചു കൊടുക്കുന്നതിന്റെ കഥകൾ നാട്ടിലാകെ പാട്ടാകുമ്പോൾ ഇത്തരം കഥാപാത്രങ്ങളുമായി വരുന്നത് ഗംഭീരമാകും. കേരളത്തിൽ സർക്കാർ വക ബന്ധുദിനത്തിൽ ഓട്ടോറിക്ഷയിൽ അമ്പലത്തിൽ പോയ പാവപ്പെട്ടവനെ അടിച്ച് തല പൊട്ടിച്ചതിനെ വല്ലാതെ ന്യായീകരിച്ച സഖാവാണ് ഇളമരം കരീം. ഇത്തരത്തിൽ ഒരു പെരുമാറ്റം അങ്ങയോടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് മാധ്യമ ചർച്ചയ്ക്കിടയിൽ ചോദിച്ചതിന് തന്നെ ആക്രമിക്കുവാൻ ആഹ്വാനം ചെയ്തെന്ന് പേടിച്ച് പോലീസിൽ മാധ്യമ പ്രവർത്തകനെതിരെ കേസ് കൊടുത്ത പത്രപ്രവർത്തന സ്വാതന്ത്ര്യത്തിന്റെ തളരാത്ത പോരാളി. കേരളത്തിലെ വ്യവസായ മന്ത്രി എന്ന നിലയിൽ കരിമണൽ ഖനനത്തിനും കശുവണ്ടി തൊഴിലാളികളുടെ മറയിൽ കശുവണ്ടി തട്ടിപ്പ് നടത്തിയതിനും എല്ലാം അദ്ദേഹവും ആക്ഷേപ വിധേയൻ തന്നെ. അദ്ദേഹത്തിന്റെയും തുടർന്നുമുള്ള കാലത്ത് നടന്ന കശുവണ്ടി കച്ചവടങ്ങളെ കുറിച്ച് അന്വേഷിക്കുവാൻ കേരള ഹൈക്കോടതി നേരിട്ട് നിയോഗിച്ച ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ കേരള സർക്കാർ ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത ഡോക്ടർ KM അബ്രഹാം. അദ്ദേഹം നടത്തിയ അന്വേഷണത്തിൽ 500 കോടിയുടെ അഴിമതി നടന്നതായി കണ്ടെത്തിയിരുന്നു. അന്ന് ധനകാര്യ സെക്രട്ടറിയായിരുന്ന അദ്ദേഹം മേലിൽ കശുവണ്ടി തൊഴിലാളികൾക്ക് കൊടുക്കുന്ന തുക അന്വേഷണം നേരിടുന്ന അക്കാലത്തെ കോൺഗ്രസുകാരനായ ചെയർമാനെയും ഇളമരത്തിന്റെ സ്വന്തമായ MD-യെയും ഏൽപ്പിക്കരുതെന്ന് ശഠിച്ചു. അതിനെതിരെ സെക്രട്ടേറിയറ്റ് കവാടത്തിൽ കോൺഗ്രസുകാരനായിരുന്ന അന്നത്തെ ചെയർമാൻ നടത്തിയ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച്
പരസ്യമായി വന്നവരിൽ കരീമും സുഹൃത്തും പിണറായിയും ഉണ്ടായിരുന്നു. നാട് മുഴുവൻ കോവിഡ് മഹാമാരിയുടെ പിടിയിലായിരുന്നപ്പോൾ വളരെ നല്ല രീതിയിൽ ഹൃദയാർജവമായി പെരുമാറിക്കൊണ്ട് ജനങ്ങളുടെ മനം കവർന്ന, എന്നാൽ അത് അവസരമാക്കി വലിയ തട്ടിപ്പുകൾ നടത്തിയതായി അക്കൗണ്ടന്റ് ജനറൽ കണ്ടെത്തിയ സഖാവാണ് അക്കാലത്ത് ജനം ടീച്ചറമ്മ എന്ന് പോലും വിളിച്ചിരുന്ന കെ ശൈലജ. ഹൈക്കോടതി ജഡ്ജിമാരെ പ്രകാശം പരത്തുന്നവർ എന്ന അർത്ഥത്തിൽ ശുംഭന്മാർ എന്ന് വിളിച്ച് കോടതിയോടുള്ള ബഹുമാനം പ്രകടിപ്പിച്ച സഖാവാണ് MP ജയരാജൻ. P ജയരാജനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുവാൻ നിയോഗിച്ച സ്വന്തമാക്കിയ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഇതോടെ പോകാനിട. കണ്ണൂരിലെ മാർക്സിസ്റ്റ് ആക്രമണങ്ങളെ ഓർമ്മിപ്പിക്കുന്ന നേതാവ് TP വധത്തിലെ ഹൈക്കോടതി വിധിയിലൂടെ കമ്മ്യൂണിസ്റ്റ് കലാപ രാഷ്ട്രീയം വീണ്ടും ഉണർത്തുന്ന കാലത്ത് ജയരാജന്റെ സാന്നിധ്യം ലിസ്റ്റില് വലിയ നിറം പകരും. പകൽ SFIക്കും രാത്രി PFIക്കാരുമായി പ്രവർത്തിക്കുന്ന സഖാക്കളെ കുറിച്ച് കേരള ഗവർണർ നടത്തുന്ന വിലയിരുത്തൽ നിഷ്പക്ഷക്കാരായ പലരുടെയും തിരിച്ചറിവ് കൂടിയാണ്. ആദ്യം സഖാക്കളെ കുറിച്ച് ഇത്തരം ആരോപണം ഉന്നയിച്ചത് ആലപ്പുഴയിലെ G സുധാകരൻ എന്ന ഉറച്ച CPM നേതാവാണ്. പതിവ് പോലെ ജയിക്കാൻ സ്വതന്ത്രന്മാരെയും കണ്ടെത്തിയിട്ടുണ്ട് തൊഴിലാളി പാർട്ടി. അതിൽ ഒരാൾ നിരവധി സ്കൂളുകളും സ്ഥാപനങ്ങളും എല്ലാം സ്വന്തം പേരിലുള്ള പെട്ടെന്ന് സഖാവായ ഒരു അതിസമ്പന്നനാണ് പോലും. കോൺഗ്രസിൽ നിന്നും കൊട്ടും കുരവിയുമായി കൊണ്ടുവന്ന KV തോമസ് മാഷ് ജടകൊഴിഞ്ഞ സിംഹമാണെന്ന് പാർട്ടി മനസ്സിലാക്കിയതിന്റെ അടയാളവും സ്ഥാനാർത്ഥി ലിസ്റ്റിൽ വായിച്ചെടുക്കാം. 2019 കോൺഗ്രസ് എറണാകുളം സീറ്റ് നിഷേധിച്ചതുകൊണ്ട് ഇടതുപക്ഷത്ത് ചേർന്ന തോമസ് എറണാകുളം സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു എന്നറിയില്ല. ഏതായാലും അദ്ദേഹത്തിന്റെ മകൾ ഭാഗ്യപരീക്ഷണത്തിനായി തയ്യാറാണെന്ന സൂചന പരസ്യമായി പറഞ്ഞതാണ്. ആലോചനകളുണ്ട്, തീരുമാനമായില്ല എന്നായിരുന്നു അവരുടെ പ്രതികരണം. ഏതായാലും ലിസ്റ്റ് വന്നപ്പോൾ അവിടെ വീരചരമം പ്രാപിക്കാൻ തോമസ് മാഷുടെ മകൾ ഇല്ല. തോമസ് മാഷിന് ഇനി ഏറെ ഒന്നും ചെയ്യാനാവില്ല എന്ന് CPM കരുതുന്നതിന്റെ സൂചന കൂടിയായി ഈ തീരുമാനത്തെ ചിത്രീകരിക്കപ്പെടുന്നു. പരീക്ഷ എഴുതാതെ ജയിക്കുന്നവരെയും തട്ടിപ്പ് നടത്തി ജോലി നേടുന്നവരെയും മാസപ്പടിക്കാരെയും ഒക്കെ ചാനലുകളിൽ നിർത്താതെ ന്യായീകരിക്കുന്നവരും ലിസ്റ്റിലുണ്ട്. സമഗ്രമായ ലിസ്റ്റ്. CPIക്കാരുടെ ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. 2019 അവർക്ക് വേണ്ടി മത്സരിച്ച നേതാവ് ഇപ്പോൾ ലീഗിലുണ്ട്. അവരുടെ ലിസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ തൃശൂരിലെ സഖാവ് ശ്രീരാമനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വല്ലാത്ത പോസ്റ്റിട്ട് BJPക്കാരുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം കൊടുത്തിട്ടുണ്ട്. ഇത്തരം ആരോപണങ്ങൾ ഒന്നും പറയാനില്ലാത്ത ഒരു നേതാവാണ് ഇടതുമുന്നണിയുടെ ലിസ്റ്റിലുള്ളത്. കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് വീണ്ടും ജനവിധി തേടുന്ന തോമസ് ചാഴിക്കാടൻ. റബ്ബർ കർഷകരുടെ ആവശ്യം നാടിന്റെ ജീവപ്രശ്നമാണെന്ന് പരസ്യമായി പറഞ്ഞതിന് മുഖ്യമന്ത്രി പിണറായിയുടെ പരസ്യമായ ശാസന കേൾക്കേണ്ടി വന്ന നേതാവാണ് അദ്ദേഹം. മണിപ്പൂർ വിഷയം പോലുള്ളവ ലോക്സഭയിൽ ശക്തമായി അവതരിപ്പിച്ചതിന്റെ ബലവും ചാഴിക്കാടനുണ്ട്. അദ്ദേഹത്തിന്റെ എതിരാളി കേരള കോൺഗ്രസിന്റെ സ്ഥാപക ചെയർമാൻ KM ജോർജിന്റെ മകനാണെങ്കിൽ തോമസ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് ജോസഫ് ചാഴിക്കാടന്റെ കുടുംബാംഗമാണ്. 2019 ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ചാഴിക്കാടൻ ഇക്കുറി ഇടതുപക്ഷത്ത് മത്സരിക്കുന്നു. കോട്ടയം മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിലും കൂടി മാണിക്കാർക്കുള്ള വോട്ട് 1 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ഇടതുപക്ഷം കഴിഞ്ഞ തവണത്തെ ഐക്യത്തിൽ നിന്നാൽ ചാഴിക്കാടന് ജയിക്കാനാവുന്നതാണ്. എന്നാൽ അപശകുനമാണ് പാലായിൽ നിന്നും കിട്ടുന്നത്. അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ CPM സഖാക്കൾ ഇടതുമുന്നണിക്ക് വേണ്ടി വോട്ട് ചെയ്തില്ല. CPM പോലെ ഒരു പാർട്ടിയിൽ ആകസ്മികമായി ഉണ്ടാകുന്ന ഒന്നല്ല ഇത്തരം നടപടികൾ. ഇത്തരം നീക്കം ഇപ്പോൾ ഉണ്ടായത് ചാഴിക്കാടന് സഹായകമായേക്കാം. CPM നേതൃത്വം കൂടുതൽ ജാഗ്രത പുലർത്താനും അനൈക്യങ്ങൾ ഇല്ലാതാക്കുവാനും അത് വഴിവെക്കാം. കോട്ടയം മണ്ഡലത്തിൽ പലയിടത്തും സഖാക്കൾ ചെയ്യാനിരുന്ന പ്രതികാരത്തിന്റെ സൂചനയായി ഈ അട്ടിമറിയെ ചിത്രീകരിക്കുന്നവരും ഉണ്ട്. പാലായിലും ചുറ്റും മാണിക്കായിരുന്നു എക്കാലവും ഇടതിനും കോൺഗ്രസിനും എന്നും ശത്രു. അതുകൊണ്ട് മാണിയെ ഇല്ലാതാക്കുവാൻ അവർ പരസ്പരം സഹകരിക്കുക പതിവായിരുന്നു. മാണി C കാപ്പൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി KM മാണിക്കെതിരെ മത്സരിച്ചപ്പോഴെല്ലാം ധാരാളം കോൺഗ്രസുകാർ കാപ്പന് വോട്ട് ചെയ്തു. ജോസ് കെ മാണിയുടെ കാലം വന്നപ്പോൾ ആ വൈരാഗ്യം ജോസിനോടായി. അത് ചാഴിക്കാടനോട് ആകാനും മതി. എന്നാൽ ഈ അടയാളം കണ്ട് നടപടികൾ സ്വീകരിച്ചാൽ അപകടം ഒഴിവാക്കാനാവും. കോൺഗ്രസിന്റെ സർക്കാർ വിരുദ്ധ സമരാഗ്നി നടക്കുന്നതുകൊണ്ട്
ജനാധിപത്യ മുന്നണിയിലെ സീറ്റ് വിഭജനം പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വന്നിട്ടില്ല. എങ്കിലും ഇപ്പോഴത്തെ എംപിമാരെല്ലാം മത്സരക്കളത്തിൽ ഉണ്ടാകുമെന്ന് ഏതാണ്ട് തീർച്ചയാണ്. കേരളത്തിലെ ഒരു കോൺഗ്രസ് അനുകൂല മാധ്യമം നടത്തിയ സർവേയിൽ മത്സരിപ്പിക്കരുത് എന്ന് കണ്ടെത്തപ്പെട്ട സ്ഥാനാർത്ഥികൾ പോലും മത്സര രംഗത്ത് ഉണ്ടാകാനാണ് സാധ്യത. അത് ഇടതുമുന്നണിക്ക് ഗുണം ചെയ്യും. MP എന്ന നിലയിൽ എടുത്ത സമീപനങ്ങൾ ജനം വീക്ഷിക്കും. കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ലെന്ന് പാർലമെന്റിൽ ഉത്തരം വാങ്ങിയ നേതാവാണ് ചാലക്കുടിയിലെ ബെന്നി ബെഹനാൻ. ഇത്തരം സംഭവങ്ങൾ ജനം മറക്കില്ല. മുസ്ലിം പ്രീണനത്തിന് കേൾവി കേട്ട നേതാവാണ് TN പ്രതാപൻ. വിഴിഞ്ഞം അതിജീവന സമരത്തിൽ കോൺഗ്രസ് സമരത്തിന് ഒപ്പം നിന്നപ്പോഴും സർക്കാരിന് ഒപ്പം നിന്ന നേതാവാണ് ശശി തരൂർ. ഇത്തരം ആരോപണങ്ങൾ ഒന്നുമില്ലാത്ത നേതാവാണ് കോട്ടയത്ത് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഫ്രാൻസിസ് ജോർജ്. സൗമ്യൻ KM ജോർജിന്റെ പേര് നിലനിർത്തുന്ന മകൻ. ഇടുക്കി MP ആയിരുന്നപ്പോൾ കർഷകരുടെ കാര്യത്തിൽ സാധ്യമായതെല്ലാം ചെയ്തവൻ. ഇങ്ങനെ ഫ്രാൻസിസിന് നന്മകൾ ഏറെയുണ്ട്. ജോസഫ് ഗ്രൂപ്പിനോട് പിണക്കം ഇല്ലാത്തതുകൊണ്ട് കോൺഗ്രസുകാർ ഒന്നടങ്കം ഫ്രാൻസിസിന്റെ കൂടെ നിൽക്കും എന്ന് തീർച്ചയാണ്. ഐക്യത്തോടെ ജനാധിപത്യ മുന്നണിയും അനൈക്യത്തോടെ ഇടതുമുന്നണിയും പടക്കളത്തിൽ ഇറങ്ങുന്നതിന്റെ ദൃശ്യമാണ് ഇപ്പോൾ കോട്ടയത്തുള്ളത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ കൂടുതൽ കൃത്യമാവും കാര്യങ്ങൾ. TP വധക്കേസിൽ കീഴ്ക്കോടതി വെറുതെ വിട്ട CPM നേതാക്കളായ 10ാം പ്രതി KK കൃഷ്ണനെയും 12ാം പ്രതി ജ്യോതി ബാബുവിനെയും കുറ്റക്കാരായി കണ്ടുകൊണ്ട് കുപ്രസിദ്ധമായ TP വധക്കേസിലെ ഹൈക്കോടതി വിധി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന CPMന് കനത്ത താണ്ഡനമായി. 2012 മെയ് 4-നാണ് RMP സ്ഥാപക നേതാവ് TP ചന്ദ്രശേഖരനെ ഒരു സംഘം അക്രമികൾ ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. ശിക്ഷാവിധി ചോദ്യം ചെയ്ത് പ്രതികൾക്ക് പരമാവധി ശിക്ഷ കൊടുക്കണം എന്നാവശ്യപ്പെട്ട് സർക്കാരും CPM നേതാവ് P മോഹനൻ അടക്കമുള്ളവരെ വിട്ടയച്ചതിനെതിരെ TPയുടെ ഭാര്യ KK രമയും നൽകിയ അപ്പീലുകളാണ് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ, കൗസർ എടപ്പകത്ത് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വിധി പറഞ്ഞത്. 26-നാണ് ശിക്ഷ വിധിക്കുന്നത്. രാഷ്ട്രീയ പ്രതിയോഗികളെ കശാപ്പ് ചെയ്യുന്ന CPM രാഷ്ട്രീയത്തിന്റെ മുഖംമൂടി ഒരിക്കൽ കൂടി വലിച്ചു കീറുന്നതായി കുപ്രസിദ്ധമായ TP വധക്കേസിലെ ഹൈക്കോടതി വിധി. വിധി വന്നതിന് പിന്നാലെ കേസിൽ ശിക്ഷിക്കപ്പെട്ട CPM നേതാവ് കുഞ്ഞനന്ദന്റെ മരണത്തെക്കുറിച്ച് ലീഗ് നേതാവ് KM ഷാജി ഉയർത്തിയ പുതിയ ആരോപണം സംശയം ഉയർത്തുന്നതാണ്. കുഞ്ഞനന്ദൻ പോലീസ് കസ്റ്റഡിയിൽ വിഷബാധയേറ്റ് മരിച്ചു എന്നാണ് ഷാജി ആരോപിച്ചത്. സംശയം തോന്നുന്നവരെ നിഗ്രഹിക്കുന്ന CPM തന്ത്രമാണ് കുഞ്ഞനന്ദനെതിരെ ഉണ്ടായത് എന്നാണ് ഷാജി പറയുന്നത്. സ്റ്റാലിനും മാവോയും കിമ്മും ജിൻപിങ്ങും എല്ലാം കാണിക്കുന്ന വിപ്ലവ രീതി. TP വധക്കേസിൽ ഉന്നത നേതാക്കളെ ബന്ധിക്കുന്ന കണ്ണിയായിരുന്നു കുഞ്ഞനന്ദൻ എന്നും അദ്ദേഹത്തിന്റെ അകാല മരണം സംശയം ഉയർത്തുന്നു എന്നുമാണ് ഷാജി പറയുന്നത്. ഫസൽ വധക്കേസിലെ 3 പേരെയും കൊന്നത് CPM ആണെന്നും ഷാജി ആരോപിച്ചു. CPMകാരുടെ രീതി കാണുന്നവർക്ക് സംശയം തോന്നുന്ന ആരോപണങ്ങളാണ് ഇവ. ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ ആരോപണങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാകണം. അതാണ് വേണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ഡോക്ടർ KM എബ്രഹാമിന് ക്യാബിനറ്റ് റാങ്ക് കൊടുത്തതിന്റെ ന്യായീകരണങ്ങളും അതിനു പിന്നിലെ യുക്തിയും എല്ലാം സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും ഈ നടപടി വല്ലാത്ത കാവ്യനീതിയായി. ആന്റണി സർക്കാരിന്റെ കാലത്ത് ഏഷ്യൻ വികസന ബാങ്കിൽ നിന്നും കടമെടുത്ത് സർക്കാർ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹത്തെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കരണക്കുറ്റിക്ക് കൊടുത്ത് പുറത്താക്കും എന്ന് പ്രസംഗിച്ച VSന്റെ പാർട്ടിക്കാർ തന്നെയാണ് അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് കൊടുക്കുന്നത്. ഇനി ചീഫ് സെക്രട്ടറിക്ക് പകരം മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്ന ക്യാബിനറ്റ് സെക്രട്ടറി കൂടിയായി അദ്ദേഹത്തെ നിയോഗിക്കുമോ എന്ന് ആർക്കറിയാം. അബ്രാഹത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം സന്തോഷം പകരുന്ന വിസ്മയമാണ് ഈ സ്ഥാനലബ്ധി. അദ്ദേഹത്തിന് എതിരായ പല കേസുകളിലും വിധി വരാനുണ്ട് എന്നത് കാത്തിരിക്കുന്ന ഭീതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാസപ്പടി കരുവന്നൂർ കേസുകളിൽ വലിയ നീക്കങ്ങൾ ഉണ്ടാകുന്നതായാണ് സൂചനകൾ. എല്ലാം എങ്ങും എത്താതെ കലാശിക്കുമോ എന്ന് സംശയിക്കാനും കാരണമുണ്ട്. അത്തരത്തിലുള്ള ഒരു പതനം ജനമനസ്സിൽ BJPക്ക് വലിയ ദോഷമുണ്ടാക്കും. ഇപ്പോൾ തന്നെ പിണറായിയെ BJP സംരക്ഷിക്കുന്നു എന്ന ചിന്ത ശക്തമാകുന്നുണ്ട്. ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.